പാലക്കാട് ആലത്തൂരിൽ വയോധികയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ BJP ബൂത്ത് പ്രസിഡന്റ് ഒളിവിൽ. പാടൂർ സ്വദേശി സുരേഷിനെതിരെയാണ് കേസെടുത്തത്. ആലത്തൂരിൽ പുറമ്പോക്കിൽ കഴിയുന്ന 65-കാരിയോടാണ് ഇയാൾ അതിക്രമം കാട്ടിയത്. സംഭവത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് പ്രതി സുരേഷും മറ്റു 3 പേരും പാടൂർ അങ്ങാടിയിൽ പരസ്യ മദ്യപാനം നടത്തിയതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മദ്യലഹരിയിൽ അങ്ങാടിയിലെ ഡിവൈഎഫ്ഐയുടെ ഫ്ലെക്സ് ബോർഡ് തകർത്തതിനും സുരേഷിനും സംഘത്തിനുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണ കേസാണ്. സാധാരണ ഈ പൊതുപ്രവർത്തകർ അവരുടെ വ്യക്തി ജീവിതത്തിലടക്കം ഒരു മാതൃക കാട്ടേണ്ടവരാണ്. കാരണം പൊതുരംഗത്ത് പൊതുസമൂഹത്തിന് ഒരു മാതൃകയായി ജീവിക്കേണ്ടവരാണ്. പക്ഷെ ഇപ്പോൾ ഒരു BJP നേതാവിനെതിരെയാണ് മറ്റൊരു ലൈംഗിക ആരോപണ കേസ്. അതും ഒരു വയോധികയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പരാതിയിലാണ് BJP ബൂത്ത് പ്രസിഡന്റിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇയാൾ ഒളിവിലെന്നാണ് വിവരം. എന്താണ് ഈ കേസിന്റെ പശ്ചാത്തലം? ടോം, കഴിഞ്ഞ ദിവസമാണ് രാത്രി മദ്യപാനം കഴിഞ്ഞതിന് ശേഷം ഇയാൾ ഈ നഗരത്തിലിരുന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങളും CCTV ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. മദ്യപാനത്തിന് ശേഷം ഒരു വയോധികയുടെ വീട്ടിലേക്ക് അവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ഒരു ഷെഡിലാണ് താമസിക്കുന്നത്. അവിടേക്ക് ഷെഡ് പൊളിച്ച് ഇയാൾ സുരേഷ് എന്ന് പറയുന്ന ഈ പ്രതി BJP പ്രവർത്തകൻ കൂടിയാണ്. ഇയാൾ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയും ഉറങ്ങിക്കിടന്ന വയോധിക പെട്ടെന്നാണ് ഈ ആരോ ഈ ഷെഡ് പൊളിക്കുന്ന ശബ്ദം കേട്ട് വയോധിക ഞെട്ടി ഉണർന്നപ്പോൾ ഈ സുരേഷ് തന്റെ അടുക്കൽ നിൽക്കുകയായിരുന്നു. വയോധിക പെട്ടെന്ന് തന്നെ നിലവിളിച്ചു. പക്ഷെ ഇയാൾ ആ സമയം കൊണ്ട് തന്നെ നിന്നെ ആരും രക്ഷിക്കാൻ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വയോധികയെ കടന്നു പിടിക്കുകയും കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഈ വയോധിക പരാതി നൽകിയിരിക്കുന്നത്. ഇതിനുശേഷം ഈ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ വയോധിക നിലവിളിച്ച് പുറത്തേക്കോടി. രാത്രി സമയം ആയതിനാൽ എല്ലാവരും തന്നെ നിലവിളി കേട്ട് അടുത്തുള്ളവരെല്ലാവരും തന്നെ ഓടി വരികയും ചെയ്തിരുന്നു. ഈ ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട സുരേഷിന് വേണ്ടിയിട്ടുള്ള പോലീസിന്റെ അന്വേഷണവും ഇതിനോടകം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ റോഡിലിരുന്ന് പരസ്യമായി മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വരികയും ചെയ്തു. DYFI ബ്ലോക്ക് സമ്മേളനത്തോടനുബന്ധിച്ച് പാടൂരിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് ഇയാളും BJP പ്രവർത്തകരായിട്ടുള്ള മറ്റ് 2 പേര്, വിഷ്ണു അരവിന്ദ് എന്നിവരും ചേർന്ന് നശിപ്പിച്ചതായും പരാതിയുണ്ട്. DYFIയുടെ മേഖലാ സെക്രട്ടറി ദീപ നൽകിയ പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 കേസുകളാണ് ഈ സുരേഷിനെതിരെ നിലനിൽക്കുന്നത്. അതിൽ ഈ വയോധികയ്ക്ക് എതിരായിട്ടുള്ള ലൈംഗിക അതിക്രമമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനോടകം തന്നെ ഈ വയോധികയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇയാൾക്കായിട്ടുള്ള ഒരു അന്വേഷണവും ഊർജിതമാക്കിയിരിക്കുകയാണ്. നവമി, ഇയാളൊരു സ്വഭാവ ദൂഷ്യമുള്ള വ്യക്തിയാണെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകും. കാരണം മദ്യപിച്ച് ലക്കുകെട്ട് പൊതുനിരത്തിൽ കാണിക്കുന്ന പേക്കൂത്ത് അയാളുടെ സ്വഭാവം എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ്. മദ്യലഹരിയിലാണ് ഈ പരാക്രമം മുഴുവൻ കാണിക്കുന്നത്. ഈ വയോധികയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയതും ഈ മദ്യലഹരിയിലാണോ? മാത്രമല്ല ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. BJPയുടെ ഭാഗത്തുനിന്നും സംഘടനാപരമായ നടപടി ഉണ്ടാകുമോ? ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. എന്തായാലും ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ആ പാർട്ടിയും നോക്കിക്കാണുന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ഈ വയോധികയുടെ മൊഴിയും വയോധികയ്ക്ക് നേരെ ഉണ്ടായ അതിക്രമവും ഒക്കെ ഇതിനോടകം പോലീസും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം ആ രീതിയിൽ ഊർജിതമാക്കുമ്പോൾ തന്നെ ഇയാൾക്കെതിരായിട്ടുള്ള നടപടിയും ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. ടോം, ഇയാളിപ്പം നിലവിൽ നവമി ഒളിവിലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കാരണം ഒരു ലൈംഗിക അതിക്രമ കേസാണ്. പോലീസ് പ്രതിയെ അതിവേഗത്തിൽ പിടികൂടാനുള്ള നടപടിയിലേക്ക് കടന്നിട്ടുണ്ടോ?
ഇയാളുടെ ഫോൺ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കും പോലീസ് കടന്നിട്ടുണ്ട്. ഫോൺ അടക്കം പരിശോധിക്കുന്ന തരത്തിലേക്ക് ഇയാളെ ഉടനെ തന്നെ പിടികൂടുമെന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരവും. ഈ വയോധികയുടെ മൊഴിയും നേരത്തെ തന്നെ പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഒപ്പം ദൃക്സാക്ഷികളും ഈ വയോധിക നിലവിളിച്ച് ഓടുന്നത് കണ്ട് അവരെ ആശുപത്രിയിൽ എത്തിച്ച് ദൃക്സാക്ഷികളുടെയും ഒക്കെ മൊഴി എടുത്തു. ഒപ്പം ഇയാൾ ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ ഇയാളുടെ സ്വഭാവത്തെ പറ്റിയും പോലീസിന് ഏകദേശം ഒരു ധാരണ ലഭ്യമായിട്ടുണ്ട്. ഈ മദ്യപിച്ച് തന്നെയാണ് ഈ ഒരു അതിക്രമം കാണിച്ചതെന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. എന്നാൽ CCTV കേന്ദ്രീകരിച്ചും ഇയാളുടെ ഫോൺ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. വ്യക്തമാണ്. പാലക്കാട് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ആലത്തൂരിലാണ് മദ്യലഹരിയിൽ BJP ബൂത്ത് പ്രസിഡന്റ് വയോധിക്കുന്നവരെ ലൈംഗിക അതിക്രമം നടത്തി.